സോ ഈ നോർത്തേൺ റീജിയൻ നമ്മള് നോർത്തില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സൗത്ത് സോൺ, നോർത്ത് സോൺ, വെസ്റ്റേൺ, ഈസ്റ്റ് 4 സോൺസ് ആണ് പിരിച്ചിരിക്കുന്നത് ഈ കോർഡിനേഷൻ. അപ്പൊ നോർത്തില് മാത്രമേ ഉള്ളൂ ഈ ഡിമാൻഡ്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റേൺ അങ്ങനെയല്ല. എല്ലാ സോണിനും ഈക്വലന്റ് ആയിട്ടാണ് അവിടെ റിക്വയർമെന്റ് എങ്ങനെ ബേസ് ചെയ്തിട്ടാണ് അത് സപ്പോർട്ടീവ് ആയിക്കൊണ്ട്. ഈച്ച് ആൻഡ് എവറി സോണിന് അതിനുള്ള യൂണിക്നെസ് ആയിട്ടുള്ള ഡിമാൻഡ്സ് ഓൾറെഡി ഇൻ ദ മാർക്കറ്റ് ഉണ്ട്. അപ്പോ അത് മാത്രമല്ല, എഗെയിൻ എക്സ്പോർട്ടിന്റെ ഓർഡേഴ്സ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് കൂടുതൽ വി വിൽ ബി ഫോക്കസിങ് ഓൺ ദ എക്സ്പോർട്ട് പാർട്ട് ഓൾസോ. അപ്പൊ എഗ് ഇവിടുത്തെ പോകുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഇന്റൻസീവ് നമ്മളിവിടെ നമ്മുടെ പ്രൊഡക്ഷനിൽ ഇമ്മീഡിയറ്റ് കൂട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മെക്കാനിസം അല്ല, ഇതൊരു പ്രോസസ് ആയിക്കൊണ്ട് അത് ടേക്സ് ടൈം. അപ്പോൾ സ്ലോലി അപ്പോൾ ഹ്യൂജ് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നോർമൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മുട്ട വളരെ വെരി അങ്ങനെ വരും. പിന്നെ ഈ എഗ് പറഞ്ഞല്ലോ, ലൈക്ക് നോർത്ത് സോണിൽ ഇപ്പോ എക്സ്പോർട്ട് അധികം ഇല്ലാത്ത സമയത്ത്, ഐ മീൻ എക്സ്പോർട്ട് അധികം വേണ്ട സമയത്ത്, ഇന്ത്യയിലെ ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് എഗിന് ഡിമാൻഡ് ജാസ്തിയാവും, കൺസംഷൻ കൂടുതലുള്ള സമയത്ത്, ഐ കൻ സേ ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പ്രൊഡക്ഷനിൽ നമുക്ക് ഇൻക്രീസ് വരുത്താൻ പറ്റില്ല. ഈ എക്സ്പോർട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം, എക്സ്പോർട്ടിന്റെ വോളിയം നമുക്ക് കുറയ്ക്കാൻ പറ്റും, കുറച്ചിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കാം. പക്ഷെ എക്സ്പോർട്ടിന്റെ വോളിയം കുറയ്ക്കുകയാണെങ്കിൽ എഗൈൻ ദ ബിസിനസ് വിൽ ബി ലോസ്. അതിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സ്പോർട്ടിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്ര സ്റ്റോക്ക് അതിനനുസരിച്ചാണ് നമ്മൾ എക്സ്പോർട്ടിന് ഓർഡർ എടുക്കുന്നത്. അങ്ങനെയാണ് സൊസൈറ്റിയുടെ പോളിസി. നമ്മുടെ എത്ര നമ്മുടെ അടുത്ത് ഒരു 100 എഗ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചുറ്റുപാടത്തും വിൽക്കാൻ പറ്റുന്ന 50 എഗ്ഗാണ്. റിമൈനിങ് കൺസൈൻമെന്റ് എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് ഓർഡർ കൂടുതൽ എടുക്കുക. അല്ലാണ്ട് നമ്മളുള്ള സ്റ്റോക്കും കൂടി പുറത്തേക്ക് അയക്കണ മെക്കാനിസം. അപ്പൊ ഈ എഗ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഓരോരോ എഗ് സെല്ലർ ഇത്ര എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റീവ് റെസ്പെക്റ്റീവ് ഉണ്ട്. അവര് അതിനനുസരിച്ച് ഓർഡർ പ്ലേസ് ചെയ്യും, അതിനനുസരിച്ച് അവര് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് സ്റ്റോക്ക് അവര് എടുക്കാൻ തുടങ്ങും. ഇപ്പൊ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് കൊടുക്കുകയല്ല, ഇറ്റ് ടേക്സ് മന്ത്സ് ടുഗദർ ടു കളക്ട്. പിന്നെ മന്ത്സ് ടുഗദർ അല്ല, ഒരു വിത്തിൻ എ വീക്ക് എത്ര എഗ് ഒരു കണ്ടെയ്നറിൽ ഇപ്പൊ അറൌണ്ട് 5 lakh to 7 lakhs എഗ്ഗാന്ന് എനിക്ക് കൃത്യമായിട്ട് ഫിഗർ കണ്ടെയ്നർ എനിക്ക് തോന്നുന്നു. എനിക്ക് അത്ര ക്ലിയർ പിക്ചർ ഐ എം നോട്ട് ഡീലിംഗ് വിത്ത് എക്സ്പോർട്ട്, എനിക്ക് അതിന് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഈ ഡെയിലി 1 lakh എഗ് സപ്ലൈ ചെയ്യുന്നത്, ഈ 1 lakh എഗ് എവിടെ നിന്നാണ് എടുക്കുന്നത്? എഗ് ലാക്ക് പല ഫാംസ് ആയിട്ട് ഇപ്പൊ കർണാടക ബേസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഹോസ്പേറ്റ് റീജിയൻ നിന്നാണ് മുട്ട എടുക്കുന്നത്. കർണാടകയുടെ ഹോസ്പേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കൂടുതൽ. ഹോസ്പേറ്റിലാണ് നമ്മുടെ കർണാടകയുടെ ഒരു പോളിട്രി ഹബ് എന്ന് ഞാൻ പറയാം. പല ഫാം ഹോസ്പേറ്റ്. കോഴി എത്ര മുട്ടയുടെ? കോഴി ഇപ്പൊ ആക്ച്വലി 1 egg ആണ് നമ്മള് പെർ ഡേ. ഇത് 2 കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോഴി ഒരേ മൊമെന്റിൽ ഇടാത്തതുകൊണ്ട് അപ്പൊ രാവിലെ കളക്ഷൻ ചെയ്യുന്നു, വൈകുന്നേരം ചില കോഴികൾ മുട്ട ചിലപ്പോഴും അതും കളക്ട് ചെയ്യും. പിന്നെ ഈ ഗ്രാംസ് ഒക്കെ എവിടെ നിന്നാണ് വേ ചെയ്ത് കൊണ്ടുവരുന്നത്? അത് ഡിപ്പെൻസ്. ഓരോ ചിക്കനും ഇത് എഗിന്റെ ചിക്ക് വന്നിട്ട് ഇപ്പൊ പോളിട്രി ഇപ്പൊ നമ്മളിപ്പോ ഇറച്ചി കോഴിയും ഈ ഫാം കോഴി എൻ്റയർലി ഡിഫറെന്റ് ആണ്. അത് സെപ്പറേറ്റ് ഒരു ഡിവിഷനാണ്, എഗിന്റെ സെപ്പറേറ്റ് ഡിവിഷനാണ്. അപ്പൊ ഇതിന്റെ വന്നിട്ട് വീക്ക്ലി വൈസ് ആണ് എഗിന്റെ മുട്ടയുടെ പ്രൊഡക്ഷന്റെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി അവർ ഡിസൈഡ് ചെയ്തുള്ളത്. അതിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഡെയിലി നിങ്ങൾ കളക്ഷൻ പോകുമ്പോൾ വെയിറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഡേ ബൈ ഡേ വെയിറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അത് എങ്ങനെയാണ്? നിങ്ങൾ എഗ് ബൈ എഗ് അല്ലല്ലോ, നിങ്ങൾ ഒരു ബൾക്കായിട്ട് സെർട്ടൺ വീക്സ് വരെ എഗിന്റെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്ര വീക്സിന്റെ ഉള്ളിൽ ഇത്ര ഗ്രാം വരെ എഗ് പ്രൊഡക്ഷൻ വെയിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അതിന് ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ വേരിയേഷൻ വരുന്നത്. ഇത്ര വീക്സിന്റെ ഉള്ളിലുള്ള കോഴിയുടെ ആണെങ്കിൽ ഇത്ര ഗ്രാമിന്റെ മുട്ട എന്നുള്ള ഒരു കാൽക്കുലേഷൻ വൈസ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി നിങ്ങൾ ഇപ്പൊ 1 ലക്ഷം മുട്ട നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇസ് ഓൾവേസ് വാസ്റ്റ്. അത് ഫുൾ മാർക്കറ്റിന് റീച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ തന്നെ ഒത്തിരി ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. I am just contributing to the whole, I mean, it's a huge market. I am just contributing to that market. നിങ്ങളെ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും? Many are there, nearly 10 to 12. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ ഹൗ ഗുഡ് യു ആർ ഡൂയിങ് ബിസിനസ്? As per my calculation, we are far better than any other dealers in Bangalore. We are working hard. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട നമ്മൾ 24 hours ഉള്ളിൽ നമ്മൾ കൊണ്ടുവരുന്ന കൺസൈൻമെന്റ് വിത്തിൻ 24 hours അത് എൻഡ് കസ്റ്റമറിന് നമ്മൾ റീച്ച് ചെയ്യണം. നമ്മൾ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നില്ല. പെർ ഡേ നമ്മൾ എത്ര കൺസൈൻമെന്റ് എടുക്കണം അത്ര കൺസൈൻമെന്റ് പുഷ് ഔട്ട് ചെയ്യണം. നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള സെയിൽസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഐ ക്യാൻ അഷ്യൂർ മൈ കസ്റ്റമർ ലൈഫ് ഒരു എഗിന്റെ ഷെൽഫ് ലൈഫ് ആയിട്ട് 7 days to 8 days, 10 days വരെ നമുക്ക് ഷെൽഫ് ലൈഫ് നമുക്ക് ഗ്യാരണ്ടി പേഴ്സണൽ ആയിട്ട് ഗ്യാരണ്ടി ചെയ്യാം കൊടുക്കാം. So you want to say that you are the best in that market?
Of course. Of course, I am. അങ്ങനെ പറയാൻ പാടും ബിക്കോസ് അങ്ങനെ പറഞ്ഞാലേ ഒരു ഓൺടർപ്രണർ ആവും. തീർച്ചയായിട്ടും ഈ 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു പയ്യൻ തുടങ്ങിയ ഒരു ബിസിനസ് ആണ്. തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി യു ആർ ഇൻടു ദിസ് ബിസിനസ്? I am into business for the past 4-5 years. പിന്നെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എഗ് വന്നിട്ട് നോർത്ത് സോൺ, സൗത്ത് സോൺ, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ നിങ്ങളുടെ ലെവൽ എവിടെയാണ് ഇപ്പോ? നിങ്ങൾ പറഞ്ഞു 3 times ഹയർ ആണ് എന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഈ അസോസിയേഷന്റെ കാര്യമാണോ പറയുന്നത് അല്ല സെൽഫാണോ പറയുന്നത്? ടോട്ടലി ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ ടോട്ടൽ സൊസൈറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടാണ്. ബിക്കോസ് ഐ എം എ പാർട്ട് ഓഫ് നാഷണൽ അക്കോമഡേഷൻ കമ്മിറ്റി. അപ്പോൾ വി ആർ ഐ എം ഓൾസോ എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സോ ആയിരുന്നു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു ഇമേജ് മാത്രമല്ല, നമ്മൾ എവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗം കൂടി നമ്മൾ ചിന്തിക്കാറുണ്ട്. നാഷണൽ അക്കോമഡേഷൻ കമ്മിറ്റി ഇത്രയും വലിയ ലാർജ് സ്കെയിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഗോഡ് ഹാസ് ഗിവൻ. അപ്പോ അതിന്റെ രീതിയിൽ അപ്പൊ നമ്മൾ ഏതൊരു ഇന്റർവ്യൂ ആയിക്കോട്ടെ അതിന്റെ എല്ലാം ബേസ് വന്നിട്ട് നമ്മൾ ഇത്രയും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് എൻഡ് ആയ നമ്മുടെ ഫാമേഴ്സ് ആൻഡ് ഇവിടുത്തെ സോണൽ ചെയർമാൻ സായിനാഥ് സർ, കോർഡിനേറ്റർ രവീന്ദ്ര റെഡ്ഡി സർ. അപ്പോൾ പല ആൾക്കാരും ഇതിന് പിന്നിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. സോ ഈ എഗ് ബിസിനസ് എന്ന് പറയുന്നത് നോർമലി മെനി പീപ്പിൾ വിൽ നോട്ട് ടേക്ക് അപ്പ് ദിസ് ബിസിനസ്. എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്, ചാലഞ്ചിങ് ഉണ്ട്. ബിക്കോസ് ഡേ ടു ഡേ യു ഹാവ് ടു ബി ഇൻ ദ ബിസിനസ്. നിങ്ങൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരാളെ വെച്ച് നടത്തുകയാണെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് ദി റീറ്റെയിലേഴ്സ് ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. നിങ്ങൾ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വേറെ രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. സോ ദിസ് ബോസ്, ഈ എഗ് ബിസിനസ്സിൽ ഈ ബോസ് എന്ന് പറയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയോട് കൂടി വളരെ അടുപ്പമുള്ള ആളായിരിക്കും. പിന്നെ റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഈ എഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത്രയും ഒരു എന്താ പറയാ മറ്റുള്ള ഇൻഡസ്ട്രീനെ കമ്പയർ ചെയ്യുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ഒരു എഞ്ചിനീയറിംഗ് കോമ്പണന്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ എടുത്താലും അതിലും ഇതിനും കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു ഭാഗമാണത്. എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് മാർക്കറ്റോട് കൂടിയിട്ട്? മാർക്കറ്റിന് കൂടി കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ തന്നെ മെയിൻ ഒരു ഐക്കൺ പാർട്ടാണ്. എഗ്ഗിന്റെ മെയിൻ അതിന്റെ റോൾ ഇൻ ദ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വളരെ ഐഡന്റിക്കൽ ആണ്. എഗ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റും മേജർ എല്ലാം അതിന്റെ പ്രോസസ്സ് നമ്മൾ എഗ്ഗിന്റെ ബിസിനസ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി നോക്കണം. എഗ്ഗിന്റെ എന്തെങ്കിലും ഒരു അംശങ്ങളുണ്ടോ? ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു എഗ്ഗ് വേണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു എഗ്ഗിന്റെ ഒരു ഇറ്റ്സ് ലൈക്ക് ഐഡന്റിക്കൽ അതിനൊരു യൂണിക്നെസ് ഉണ്ട്. ഫുഡ് ഇൻഡസ്ട്രിക്ക് വളരെ ഐഡന്റിക്കൽ ആണ്. പിന്നെ അതിനൊരു യൂണിക്നെസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് is one of the greatest asset for the for egg industry. So, and one more thing which I would like to share is that National Egg Coordination Committee is one of the biggest organization in the biggest or the largest organization in the whole world.